എനിക്ക് തങ്കത്തിൻ്റെ ഒരു തീരുമാനം അറിയാനുണ്ട്. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, മനസ്സിൽ കൊണ്ടൊരു തീരുമാനം. എന്താ? സിത്താര മേഡത്തിൻ്റെയും ഗാഥയുടെ സ്വഭാവം ഇതിനപ്പുറത്തേക്ക് ഇനി പഠിക്കാനൊന്നുമില്ലല്ലോ. ഗാഥയുടെ സ്വഭാവം ഇനി ദൈവം വിചാരിച്ചാലും നേരെയാക്കാൻ പറ്റില്ല. കുഞ്ഞിനെ വളർത്താൻ കഴിയില്ല, അതിന് പാല് വാങ്ങിച്ചു കൊടുക്കാൻ പോലും കാശില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ടില്ലേ നീ? ഈ മാഡത്തിന്റെ കണ്ണുകൾ എന്താ ഒന്നും നിറയാത്തതെന്ന്? നിറയില്ല. കാരണം ആ സിറ്റുവേഷനൊക്കെ നടന്ന് തീർത്തവളാ ഞാൻ. അന്ന് ഓടിയ ഓട്ടത്തിന്റെ കൂലിയുടെ പേരാണ് സിത്താര ശ്രീനിവാസൻ എന്ന ബിസിനസ്സുകാരി. ബിസിനസ്സുകാരിയായിട്ട് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നിരുന്നിട്ടുണ്ടോ ഞാൻ? ഒന്ന് സന്തോഷിച്ചിട്ടുണ്ടോ? മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? എല്ലാം ഒന്ന് ഒതുങ്ങി വന്നപ്പോഴേക്കും അവളുടെ വിവാഹമായി. ആ വിവാഹം നടന്ന തീയതിക്ക് ശേഷം ഒരു ദിവസം, ഒരു മണിക്കൂറെങ്കിലും തികച്ചും അസ്വസ്ഥതയില്ലാതെ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ സിനി? ഇല്ല. ഈ ഓട്ടം തന്നെ ബാക്കി. ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇനി ചാവുന്നവരെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ആകെ ഒരു സന്തോഷം, ആ ചാവുന്ന എന്റെ മോൾക്ക് വേണ്ടി ആയാൽ മതിയായിരുന്നു. ആ സന്തോഷത്തിൽ അങ്ങ് പോവല്ലോ. പിണങ്ങി ഒളിച്ചിരിക്കും. പണ്ട് മുതലേയുള്ള ശീലം അവളുടെ. എന്നിട്ട് ഞാൻ കരഞ്ഞു തീർന്നാലേ അവള് തിരിച്ചു വരൂ. അവൾക്ക് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല സിനി. കളിപ്പിക്കാൻ ഞാനുണ്ടല്ലോ എപ്പോഴും. ഇപ്പോ ഒരുപാട് ബെറ്റർ ആയല്ലോ. അത് ഐസിയുന്ന് ഇങ്ങോട്ട് വന്നല്ലോ, അതാ കാരണം. പക്ഷേ കൃഷ്ണ ഐസിയുൽ വെച്ച് ഞങ്ങളെ കുറെ കഷ്ടപ്പെടുത്തി അല്ലേ നവീൻ? നവീൻ, 1-2 ടെസ്റ്റിന്റെ റിസൾട്ടും കൂടി വരാനുണ്ട്. അത് ഇന്ന് തന്നെ വരികയാണെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ തോന്നുന്നു. സിസ്റ്ററെ, ആ റിസൾട്ടിന്റെ കാര്യം ലാബിലൊന്ന് ചോദിക്കണം. ശരി, എന്നിട്ടൊരു തീരുമാനം എടുക്കാം. ഓക്കെ. ഓക്കെ ഗാഥ. ഡിസ്ചാർജ് ആയാലും കുറച്ച് ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കണം കേട്ടോ. ഡിസ്ചാർജിന് മുൻപ് ക്യാബിൽ വന്ന് എന്നെ ഒന്ന് കാണണം. ഈ പ്രാർത്ഥനകൾക്കൊക്കെ നല്ല ഫലമുണ്ട് കേട്ടോ. ആരുടെ പ്രാർത്ഥന? മുത്തശ്ശിയുടെ, അച്ഛൻ്റെ, അമ്മയുടെ. അവരെപ്പോഴും ഈശ്വരൻ എന്നുള്ള വിളി മാത്രം. പിന്നെ തൻ്റെ തങ്കം ഒന്ന് ചാരിയിരുന്ന് ഉറങ്ങിയാൽ പോലും ചുണ്ടിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അവർ പ്രാർത്ഥന തന്നെ, എനിക്കറിയാം. ആരാ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? നവീൻ പ്രാർത്ഥിച്ചോ? തനിക്കെന്ത് തോന്നുന്നു? പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കാരണം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നതല്ലേ നവീൻ. എനിക്ക് എപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ്, എന്താ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ദൈവത്തിന് ചിലപ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. എൻ്റെ പ്രാർത്ഥന ഒരു മിക്സ്ഡ് വേഷനാണ്. മലയാളം പറഞ്ഞിട്ട് പിന്നെ ബാക്കി കിട്ടാതാവുമ്പോൾ
അത് ഇംഗ്ലീഷാവും. പിന്നെ തമിഴോ ഹിന്ദിയോ വേറെന്താ എനിക്ക് ചെയ്യാൻ പറ്റും? കൂടെ നടക്കുന്ന പെണ്ണ് ഭാഗ്യവതിയായിരിക്കണമെങ്കിൽ അവളുടെ പുരുഷൻ ഇതുപോലെ ഇരിക്കണം. പക്ഷേ അതിനവള് ഭാഗ്യവതിയായിരിക്കണം. അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതല്ലല്ലോ, പൊതുവെയുള്ള കാര്യം പറഞ്ഞതല്ലേ. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. തിരിച്ച് കളരിക്കിലേക്ക് ചെന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് കുറേ നേരം ഇങ്ങനെ സംസാരിക്കണം. സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ജീവിക്കണ്ടേ നമുക്ക്? ജീവിതം നമ്മളെ കാത്തിരിക്കുക. നമ്മൾ അങ്ങോട്ടേക്ക് എത്താത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. തങ്കം, എനിക്ക് തങ്കത്തിൻ്റെ ഒരു തീരുമാനം അറിയാനുണ്ട്. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, മനസ്സിൽ കൊണ്ടൊരു തീരുമാനം. എന്താ? സിത്താര മേഡത്തിൻ്റെയും ഗാഥയുടെ സ്വഭാവം ഇതിനപ്പുറത്തേക്ക് ഇനി പഠിക്കാനൊന്നുമില്ലല്ലോ. ഗാഥയുടെ സ്വഭാവം ഇനി ദൈവം വിചാരിച്ചാലും നേരെയാക്കാൻ പറ്റില്ല. ഗാഥ എന്ന് കളരിക്കലേക്ക് ചെന്നാലും അന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. വീണ്ടും അവരുടെ ബന്ധം രണ്ടു വഴിക്കാവും. ഒരു നാണവുമില്ലാതെ പിന്നെ സിത്താരാമണം വന്ന് ഒന്നുകിൽ കൃഷ്ണയോട് അല്ലെങ്കിൽ തങ്കത്തിനോട് കെഞ്ചും. ഇനി ഇതിൽ തങ്കത്തിന്റെ തീരുമാനം എന്താണെന്ന് അറിയണം. അതെ അമ്മേ, ഇനി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം ആവശ്യമാണ്. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഗാഥയോടോ സിതാര മാഡത്തിനോടോ ഒരു തരത്തിൽപ്പെട്ട സ്നേഹവും ഇനി കാണിക്കേണ്ട കാര്യമില്ല. പലതവണ ചതിച്ചിട്ടും പരാതിയില്ലാതെ സഹിച്ചതല്ലേ. അമ്മയും കൃഷ്ണയും ജീവിക്കുന്നത് അവരുടെ ചെലവിലൊന്നും അല്ലല്ലോ. പിന്നെന്തിനാ തല ഇങ്ങനെ താഴ്ത്തി കൊടുക്കുന്നേ? നിങ്ങൾ പറയുന്ന കാര്യം തന്നെയാ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ